സൂം ഡെസ്നി ചാനലിലേക്ക് സ്വാഗതം. ഈ കൂട്ടമായി നിൽക്കുന്ന കൊക്കുകളെ കണ്ടോ? ഇവയാണ് കാറ്റൽ എഗ്രെറ്റ്, അതായത് കന്നുകാലിമുണ്ടി. കന്നുകാലിമുണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. ഇന്ത്യൻ പോണ്ട് ഹെറോൺ, അതായത് ഇന്ത്യൻ കുളക്കൊക്കിൻ്റെ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവ. കൊക്കുകൾ ഒറ്റയ്ക്ക് പറക്കുന്നതും ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കന്നുകാലിമുണ്ടി കൂട്ടത്തോടെയാണ് മീൻ പിടിക്കുന്നതും പറക്കുന്നതും താമസിക്കുന്നതുമല്ല. പ്രജനന കാലത്ത് കന്നുകാലികളെ ചുറ്റിപ്പറ്റിയാണ് ഇവ കഴിയുക. കന്നുകാലികളുടെ പുറത്തും ചുറ്റുപാടുമുള്ള പ്രാണികളെയാണ് അവ ഈ സമയത്ത് ഭക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ കാറ്റൽ എഗ്രെറ്റ് അഥവാ കന്നുകാലിമുണ്ടി എന്ന് വിളിക്കുന്നത്. ഇവ രണ്ട് വിഭാഗമുണ്ട്: പാശ്ചാത്യ കന്നുകാലി ഇഗ്രറ്റും കിഴക്കൻ കന്നുകാലി ഇഗ്രറ്റും. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് കിഴക്കൻ ഇഗ്രറ്റ് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഇവയെ കൂടുതലായി കാണപ്പെട്ടിരുന്നത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലാണെങ്കിലും ഇപ്പോൾ ലോകത്തെ എല്ലായിടവും ഇവയുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള വയലുകളിലും കുളങ്ങളിലും കന്നുകാലികൾ കൂടുതൽ ഉള്ളിടങ്ങളിലുമെല്ലാം ഇവയെ കാണാം. ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ വീടിനടുത്ത് നിന്നാണ്. മരങ്ങളിലോ കുറ്റിച്ചെടികളിലോ മറ്റ് പക്ഷിക്കൂട്ടങ്ങളുടെ ഒപ്പമോ വിറകുകൾക്കിടയിലോ ഒക്കെയാണ് ഇവയുടെ താമസം. കന്നുകാലികളുടെ പുറത്തുള്ള കീടങ്ങളെയും ഈച്ചകളെയും തിന്നുന്നതിനാൽ കന്നുകാലികൾക്കും ഇവയെ ഇഷ്ടമാണ്. ഇത് ഈ രണ്ട് കൂട്ടർക്കും ഗുണം ചെയ്യും. കന്നുകാലികൾക്ക് ശരീരത്തിലെ കീടങ്ങളിൽ നിന്നുള്ള ശല്യം കുറയും. മുണ്ടികൾക്ക് ഈ കീടങ്ങൾ ഭക്ഷണവുമാണ്. കന്നുകാലി കൃഷിയും വയലിലെ കൃഷിയും എല്ലാം വ്യാപിച്ചത് ലോകത്ത് കാറ്റൽ ഇഗ്രറ്റുകളുടെ എണ്ണം കൂടാൻ സഹായമായി. പ്രാണികൾക്ക് പുറമെ വെട്ടുകിളികൾ, കിളികൾ, വണ്ടുകൾ, ചിലന്തികൾ, തവളകൾ, മത്സ്യം, കുഞ്ച്, മണ്ണിര എന്നുവേണ്ട ചെറിയ പാമ്പുകളെ പോലും ഇവ ഭക്ഷണമാക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സൂം ഡെസ്നി ചാനൽ സന്ദർശിക്കുകയും വേണം.